ഡാനപ്പന് ടൂറാണ് നാളെ. അപ്പം ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വന്നത് ഡാനപ്പന്. ഊട്ടി ടൂർ വ്ലോഗ് ഈസ് ഗോയിങ് ടു. ഞങ്ങളുടെ അപ്പ വരും. അപ്പ ഹായ് പറയൂ. ഞങ്ങളുടെ പട്ടാമ്പിക്കാരുടെ നെക്സ്റ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ സാധനം എടുക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു 2 സാധനം എടുക്കാൻ ചെല്ലേണ്ടത് നമ്മളൊരു 10 സാധനം എടുത്തിറങ്ങും. അത്ര മാത്രമേ ഉള്ളൂ. എന്താ പറയാ ശരിക്കും അതിൻ്റെ പേരെന്താണ്? ആയിക്കൊള്ളാത്ത പേരും ഉണ്ടാക്കി വെച്ചിട്ട് എടുത്തോ. എത്ര രൂപ? എത്ര എത്ര? ഒന്നുമില്ല, നെവർ മൈൻഡ്. ഇങ്ങനെ എന്താണ്? ഇന്ന് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാട്ടോ. ഞങ്ങൾ പിന്നെ മീൻ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മീൻ പിന്നെ ക്ലീൻ ചെയ്തും തരും. അതൊരു നല്ല സൗകര്യമാണ്. കൊണ്ടങ്ങ് കറി വെച്ചാൽ മാത്രം മതിയല്ലോ. അമ്മയും മോനും കൂടെ അടിയായി ഗൈസ്. അടി തല്ല് തിരിച്ചല്ലിടാനേ. അപ്പൊ ഇതിലൊന്നും വേണം. ഈസ് സോ ഡൺ ടു ബി ഇൻ ദിസ് ഫാമിലി. ഇവിടെ തിരിയൂ. ഇവിടെ മൂക്കിലൊരു കുരു. ഞാൻ എന്റെ ഇല്ല സോറി. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ. എന്റെ മൂക്കിന്നാണ് അപ്പനെ അറിയപ്പെടുന്നത്. ഇല്ല ഇല്ല ഇല്ല. എന്ത് ഫോട്ടോ എടുക്കല്ലോ. നാളെ എന്തൊക്കെ വേണ്ട? കേക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞ? കേക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം കേക്ക് വേണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പറയൂ. നാളെ ടൂറിൽ പോവാണ്. എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ സങ്കടമുണ്ട്. മോളും അപ്പയും ഡേറ്റ്സ് മേടിച്ച് മരിക്കുന്നു. ഡാനപ്പന് വെറുതെ കൊണ്ടുപോകാനായിട്ട് 2 ബിസ്ക്കറ്റും പിന്നെ എന്തോ കേക്കും വാങ്ങിക്കാൻ ഞങ്ങളാണ് ഇത്രയും സാധനം കൊണ്ട് ഇറങ്ങുന്നത്. ഇതിന് നേരെ മുമ്പിൽ ചിക്കിങ്ങും പിന്നെ സൂഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് എന്തായാലും ചിക്കിങ്ങിനും സൂഡിയോയ്ക്ക് ഒരു സൈഡ് വാല്യൂ വരും. പക്ഷെ ഞങ്ങളിന്ന് എന്താ പറയുക, മനസ്സെ നിയന്ത്രിച്ചുകൊണ്ട് ഞങ്ങൾ ആ ചിക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഗായ്സ്, നിൽക്കുകയാണ്. ഇതെന്താ പിടിച്ചോണ്ട് നിൽക്കണോ? അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നക്ഷത്രയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡാനപ്പനാണ് ഏത് ഹോട്ടലിൽ കയറിയാലും ഒരു ഐസ്ക്രീം എടുത്തുകൊണ്ട് കയറും. അത് എപ്പോൾ എടുക്കുന്നൊന്നും അറിയില്ല, അവനങ്ങ് എടുക്കും. അപ്പോൾ അതിൻ്റെ കവറിൽ അതിൻ്റെ വില ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഞങ്ങളുടെ അപ്പയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. 2 പേർക്കും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് എടുത്ത് വെക്കാനും പിന്നെ കാറിൽ കയറ്റാനും കൊണ്ട് വീട്ടിലിറക്കാനും അത് അടുക്കി വെക്കാനും ഒക്കെ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അതൊരു സന്തോഷമാണ്. 2 പേരും അതൊക്കെ ചെയ്തോളും, പാവങ്ങൾ. വീട്ടിലെത്തി ഇനി അവൻ്റെ ഇതൊക്കെ ബാഗൊക്കെ എടുക്കട്ടെ. ജാക്കറ്റ്, ഡാൻ്റെ വലിയ ജാക്കറ്റാണ്. ചേച്ചിയുടെ അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇതാ ഇതുപോലെ ഇത് ബ്ലാക്ക് ഏതാ? ബ്ലാക്ക് ടീഷർട്ടോ? ഞാൻ വാങ്ങി എടുത്ത് ഇവിടെ ഇട്ടേക്കാം. ഇത് 2 ആണേ. ജെട്ടിയോ?
കിട്ടി അവിടെ നിന്ന് എടുത്ത് വെക്കാം. നിനക്ക് വേറെ പാൻറ് വേണ്ടല്ലോ. ടീഷർട്ട് ഒന്നോട് വേണോ? ഡാനപ്പിന് വേണ്ടി വാങ്ങിച്ചോട്ട് വന്നു. ഹാർപ്പിക്കൊക്കെ അവന് വേണ്ടി വാങ്ങിച്ചു. ഇതെടുത്ത് മാറ്റി പോനെ. ഇതങ്ങ് എടുത്ത് മാറ്റി. പരിപ്പ് ഡാനപ്പിന് ഇത് ബസ്സിൽ തിന്നാനുള്ള പരിപ്പും മുളക് പൊടിയും ഉണ്ട്. നല്ല കോമ്പിനേഷനാണ്. പിന്നെ വേണമെങ്കിൽ സാമ്പാർ പൊടി, വേണമെങ്കിൽ തൈരും. വളരെ വിശക്കുവാണെങ്കിൽ നമുക്ക് ഉണക്കമീൻ തിന്നാം. പോടാ. വേറെന്തുള്ള ഇതുണ്ട്. ആ എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെക്ക് കേട്ടോ. ഇത്രേ ഉള്ളോ? ടിക്ടോക്ക് എടുത്തില്ലേ? ഏതിനകത്ത് വെച്ച്? ഫേവറേറ്റ് ചീപ്പാണത്. എന്താ ഒരു ഫേവറേറ്റ് ചീപ്പ് വന്നേക്കണം? എന്താടാ? സ്പൈഡർമാൻ്റെ ഇതില്ലേ ടിക്ടോക്ക്. ഇങ്ങോട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തായാലും ഒരു ചെറിയൊരു വിഷമം. ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നു? കൊമ്പാടാ. അമ്മയുടെ മുടി എന്താ അമ്മ വെട്ടി? വെറുതെ വെട്ടിക്കളഞ്ഞിട്ട് അമ്മ വെട്ടി കൊമ്പാക്കി കളഞ്ഞ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? പക്ഷെ എനിക്ക് അയച്ചിടുമ്പോ ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെട്ടോ? ഇവർക്കോ? ഇവർ അയച്ചിട്ട് കണ്ടില്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് അരച്ച് എല്ലാം കറപ്പിച്ചോണ്ട് നടക്കാം. അമ്മയ്ക്ക് അവിടെ നിന്ന് എന്തോ കൊണ്ടുവരും ഊട്ടിന്ന്. അമ്മയ്ക്ക് ഊട്ടിന്ന് മഞ്ഞപ്പൂക്കളില്ലേ? ചെറിയ മഞ്ഞതോ ഇരിക്കണോ? അവിടുത്തെ കഴിഞ്ഞു. ചെറിയ മഞ്ഞ കുഞ്ഞു മഞ്ഞപ്പൂക്കളില്ലേ ഊട്ടിയിലെ? നമ്മളാ ഇതിലൂടെ ഇറങ്ങി, ഊട്ടി ഗാർഡൻ ഇല്ലേ, അതിൽ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തെ നിറയെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വെക്കാൻ വെച്ചേക്ക്. വേണോ? അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ വെക്കാം. ഡാനപ്പിന് തോർത്ത് ഇങ്ങോട്ടാണ് തരണേ. ക്യാമറ എടുക്കുമ്പോ അവനങ്ങ് വലിയ ആളാവും. എന്നെ കാണുന്നില്ല കൂട്ടാ. ഇന്റെ കൈ കൊണ്ട് ഇപ്പൊ കാണുന്നുണ്ട്. ഇവൻ ഞങ്ങളെയാണ് ഇങ്ങോട്ട് ഉമ്മ വെച്ച് കൊല്ലാറ് ആണ്. പക്ഷെ ക്യാമറ എടുക്കുമ്പോ പിന്നെ ഭയങ്കര ചുണ്ണാണിയല്ല അമ്മ. നാളെ പോവാണോ? അയ്യോ ഡോണ്ട് ഷോ മൈ. നാളെ പോവാണോ? ഒരു കാര്യം പെട്ടെ ഇങ്ങനെ എല്ലാരും കണ്ട് ഡാനപ്പിന് മുഖക്കുരു ഒക്കെ വന്ന് തുടങ്ങി. ഡാനപ്പാ somebody is there. ടവലുണ്ട്. അടുത്ത് സ്വെറ്റർ. ഇതുണ്ട്, സ്വെറ്റർ ഉണ്ട്. കയ്യിലിടാനുള്ള സാധനമുണ്ട്. അത് 2 എണ്ണം ഉണ്ട്. ഗുളിക എവിടെ മോൻ വെച്ചേക്കണേ? ഉണ്ട്. ചീപ്പ് എടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ നാളെ വെള്ളം നിറയ്ക്കാൻ നോക്കണം കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചു. പിന്നെ ലഘുഭക്ഷണങ്ങൾ എവിടെ? ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഐ ഡി കാർഡും സൈഡിൽ വെച്ചാൽ മതി. അത് നോക്കത് ഇതാണ് നോക്ക്. കുഴപ്പമില്ലല്ലോ. ആ കർച്ചീഫ് പോരെ? അല്ലെങ്കിൽ കഴുകിയിട്ട വേറെ കർച്ചീഫുണ്ട്. പൊടിയുണ്ടോ ഇല്ലേ? അപ്പം എല്ലായി. ഒരു ടീഷർട്ട് മാത്രം എക്സ്ട്രാ വെക്കാം ഇൻ കേസ് ഇനി എന്തെങ്കിലും. നിനക്ക് മറ്റേ ഇത് ചേരുമല്ലോ, അതിന് ബെൽറ്റ് വേണ്ടല്ലോ. ഡാനിപ്പം രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അത് രാവിലെ അടുത്ത ദിവസം രാവിലെ നമ്മളൊരു 3:30 സമയമാണ്. അപ്പം ഞാൻ അവന് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ കറിയൊന്നും ചെയ്തില്ല. കറി വേണ്ട. കറി ആകുമ്പോഴത്തേന് വീണ്ടും ഒരു ഇത് വരില്ലേ. അപ്പം നെയ്ദോശയും എന്താ പറയുക പഞ്ചസാരയും ഇട്ട് കഴിച്ചിട്ട് പോയതാൾ. അങ്ങനെ കഴിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞാൻ പോവാ. ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഡാനിൻ്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. എല്ലാവരും ചുരുങ്ങിയിരിക്കുക സ്കൂളിൽ പോവാൻ. ഡാനിൻ്റെ വേറൊരു ഫ്രണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഈ ടീച്ചേഴ്സിനെ സമ്മതിക്കണം കേട്ടോ. എത്ര പ്രാവശ്യം എല്ലാവരും വിളിച്ചിട്ടാണെന്നറിയോ ഈ കുഞ്ഞുങ്ങളൊന്ന് ക്യൂവിൽ നിൽക്കുന്നതൊക്കെ വെച്ചാൽ അവർക്ക് സന്തോഷമാണല്ലോ ഇന്ന ദിവസം. അത് കഴിഞ്ഞ് പ്രെയർ ഉണ്ടായിരുന്നു. പ്രെയർ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 മിൻസൻ്റെ ബസ്, 2 ടൂറിസ്റ്റ് ബസ്സായിരുന്നു. നല്ല ഷാൻ എനിക്ക് കൈ കാണിക്കുന്നു. നല്ല സമയം. എനിക്കെന്തോ അന്നൊരു പേടി ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. എന്നാലും അവരുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ, അപ്പോൾ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. ഡാമിനപ്പനും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പം അതിൽ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റുമാണ്. കാരണം നമ്മൾ സ്കൂളിൽ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുള്ളൂ. അതും എറണാകുളത്ത്. ഞാൻ തിരുവനന്തപുരം പേരൂർക്കുള്ള ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രാവശ്യമാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ഇപ്പോൾ എറണാകുളം നമ്മളൊന്ന് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ വെളുപ്പിന് പോയതും എൻ്റെ ബ്രദേഴ്സും വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് എൻ്റെ ഒരു അംബാസിഡർ കാറിൽ എന്നെ സ്കൂളിൽ കൊണ്ട് ഇറക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പച്ചപ്പിൻ്റെ അന്ന് ബ്രെഡ് ഫാക്ടറി, പിന്നെ നമ്മുടെ പത്രം, അതിൻ്റെ അങ്ങനെയൊക്കെ കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലാണ്. അത് മൊത്തമാണ്. അത് മാത്രമാണ് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ, എൻ്റെ കലാലയ ജീവിതത്തിൽ എൻ്റെ ആകെപ്പാടെയുള്ള ടൂറെന്ന് പറയുന്നത്. കോളേജിലൊന്നും അങ്ങനെ ടൂറ് പോയിട്ടേ ഇല്ല. അങ്ങനെയായിരുന്നു. എന്താണ് ഇതൊന്നൊക്കെ കോളേജിലൊക്കെ ടൂർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇതതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ റോഡ് പണിയായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളൊരു വഴി കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പം ഞാനിവനാണ് ഈ ടൂർ പോകുന്നതിന് 2 ദിവസം മുമ്പേ ഒരു സ്വപ്നം കണ്ടു കേട്ടോ, ഒരു ചീത്ത സ്വപ്നം. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ഈ ടൂർ വന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ടൂറിന് വിടാൻ അവന് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. നല്ല പേടിയുണ്ടായിരുന്നു. എന്തോ ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു പേടിയായിരുന്നു. അത് ഇവനൊരു ആ സ്വപ്നം എനിക്ക് എന്താണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ അപ്പം പറഞ്ഞ് എന്തിനാ അങ്ങനെ നമ്മളൊരു സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ അത് സ്വപ്നമല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ വരുന്നവരെ ഒരു പ്രാർത്ഥനയായിരുന്നു. മതി, ഇവിടെ കിടക്കും. ഞങ്ങൾ ഡാലപ്പിനെ വിട്ടിട്ട് നല്ല ചൂട് പത്തിരിയും ചായയും കുടിക്കാൻ കയറി. അതിൻ്റെ വോളിയം ഭയങ്കര ഹൈ ആയിരുന്നുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തു കേട്ടോ. അപ്പം ഡാനപ്പനെയും നിതിമോളെയും വിളിച്ചിട്ട് വരുന്ന കഥയാണ് പറയാം. ഈ ഒരു കടയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഡാനപ്പനെയും നിതിമോളെയും വിളിച്ചിട്ട് ഈ കടയിൽ കയറി മിൽമ പ്ലസ് ഒക്കെ കുടിച്ച് അവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കഥയാണ് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഡാനപ്പനെ വിട്ടിട്ട് വന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊരു വിഷമം. അപ്പനൊക്കെ ഇല്ല, അപ്പനൊക്കെ ഇത്രയും പ്രായമായിട്ടും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേനും എപ്പോഴും വിളിക്കും, എവിടെ എത്തി എന്ന് അറിയാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ അപ്പനെ എപ്പോഴും വിളിക്കുന്നതെന്ന്. പിള്ളേരെത്ര വളർന്നാലും അവരെങ്ങോട്ടെങ്കിലും മാറുമ്പം നമുക്കൊരു ശൂന്യതയാണ്. നീതിക്കുട്ടൻ നല്ല ഉറങ്ങിക്കോട്ടെ. 7 മണിക്ക് ഇനി എഴുന്നേക്കാളെ സ്കൂളിൽ പോകാനായിട്ട്. അവിടെ നിൽക്കാവോ, ഇങ്ങനെ നിൽക്കാവോ? ലൈറ്റ് വീഡിയോ എടുക്കണേ. വീഡിയോ എടുത്തു. ഇതില് വരും. എന്റെ 2 കുട്ടികളാണ് ശരിക്കും. അവരിപ്പം വെളിയിൽ എനിക്ക് ഞാൻ പോന്നപ്പം പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗ്യം, ഇതെൻ്റെ ഇതെൻ്റെ രഹിയാണ്. നമ്മൾ കുലുക്കല്ലൂരല്ലേ, കുലുക്കല്ലൂരിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ശരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. അത് വർക്ക് ചെയ്തത് ഇതല്ല, പക്ഷെ എന്തോ ഇങ്ങനെ ഉള്ളിൽ ഉള്ള ആൾക്കാരാണ് ഭാഗ്യം, റഹി എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അപ്പം അവർ അപ്രതീക്ഷിതമായി എന്നെ കാണാൻ വന്നു, കുറച്ച് തുണിയൊക്കെ എടുത്തു, അങ്ങനെ എന്നെ സഹായിച്ചു. അപ്പം താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ നന്നായിട്ടിരിക്കുന്നു വിചാരിക്കണം. അപ്പം ഇത് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പഠിച്ചോനെ വിളിക്കുന്നു. അതിന് ഫോട്ടോ അവനില്ലാത്തോണ്ട് ഒരുമാതിരില്ലേ.
ശരിക്കില്ല അവൾ ഒന്നാമത് പ്രാന്ത് പിടിച്ചിരിക്കും കേട്ടോ. ഞാൻ ചോദിച്ചാ എനിക്ക് ഇടി കിട്ടും ശരിക്കും. എന്ത് അത് കുറച്ചുകൂടി അവനില്ലാത്തോണ്ട് വട്ടു പിടിക്കുന്ന. ഞങ്ങള് പുറത്തു പോവാ വെറുതെ ചായ കുടിക്കാൻ. ചായ മാത്രം മതി ശരിക്കില്ല കേട്ടാ. അവനില്ലെങ്കിൽ ഒരുമാതിരി ഇവർ രണ്ടും കൂടെ ഉള്ള പ്രാന്ത് കളികളും എന്താ പറയാ, ഇവരുള്ള വഴക്ക് ബഹളം അടി വഴക്കൊന്നുമില്ല കേട്ടോ. സ്നേഹപ്രകടനങ്ങൾ ഇതൊക്കെ കാണുമ്പോഴാണ് ലൈവ് ആക്കുന്നത്. അവനില്ലാത്ത ഞങ്ങൾ ഡാനെ വിളിക്കാൻ പോവാ കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പം ഇനി കഴിച്ചിട്ട് ഞങ്ങൾ ഡാനെ വിളിക്കാൻ പോകും. ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് അറിഞ്ഞൂടാ. അവർ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം 1 മണി ആകുമെന്ന് പറഞ്ഞ് ഇപ്പം 12:45 ആയി. അപ്പം ഞങ്ങൾ പോയി വിളിച്ചിട്ട് കേട്ടോ. 24 മണിക്കൂർ മോശ കിട്ടുന്ന പട്ടാമ്പിലൊരു കടയുണ്ട്. അവിടെ ഞങ്ങൾ കഴിക്കാൻ കയറി. ദോശ പിന്നെ ഇഡ്ഡലി കിട്ടും, ചായ, പിന്നെന്താ കട്ട് ദോശ, വെജ് കട. ചെറിയ ദോശയും അതെന്താ പ്ലെയിൻ ദോശ അല്ലേ നമ്മളെ. പിന്നെ സാമ്പാർ, മുളക് ചമ്മന്തി, നോർമൽ ചമ്മന്തി, അടിപൊളി. ഇഡ്ഡലി ആദ്യം 1 മണിന്നാണ് പറഞ്ഞത് അവർ വരുമെന്ന്. അപ്പോൾ ഞങ്ങൾ ദോശ തിന്നാൻ പോയി. ദോശ തിന്ന ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരു 3:10 3:30 ആകുമ്പോൾ എത്തുമെന്ന് പറയുകയാണ്. പെരിന്തൽമണ്ണ എത്തി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡാനിക്കുട്ടിനെ വിളിക്കാൻ പോവാം. അപ്പോൾ ഡാനും ടീമും സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു പൊടിക്കില്ല ടൂർ പോയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര കരണം നേരെ കരണം. ചോക്ലേറ്റ് അനു കൊടുക്കടാ. വെക്കണോ താഴെടാ. ഓ ഞാനിപ്പോൾ നിരുമ്പൊക്കെ കൊണ്ടുവന്ന മാല ഐ ലവ് കുട്ടി ഇത് കൊള്ളാട്ടോ. ഡാനിപ്പം അടിപൊളി. സൂപ്പർ. അയ്യോ എൻ്റെ പെണ്ണ് തിരിച്ചു. എൻ്റെ അമ്മ അപ്പൊ നിൽക്കണം. നമുക്കാണെന്ന് ഉറങ്ങാം. അപ്പം എൻ്റെ ഊട്ടി സ്റ്റിച്ചിങ് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഏ